മുൻവിധികൾ കൊണ്ട് പെരുമാറ്റം ക്രമപ്പെടുത്തുന്നവരും വേഷത്തിലൂടെയും ആകാരത്തിലൂടെയും ആളുകളെ വിലയിരുത്തുന്നവരും സമൂഹത്തിൽ ഏറെയാണ്. വ്യക്തിയെ വിലയിരുത്തുന്നതിനുള്ള അളവുകോൽ വസ്ത്രമാകരുത്. കീറത്തുണി ഉടുത്തവൻ്റെ പ്രകൃതം സുഷിരങ്ങളില്ലാത്തതാകാം. പട്ടുചേല ഇടുന്നവൻ്റെ സഹജഗുണം മോശമാകാം. ഇടപഴകുന്നവരല്ല നമ്മുടെ പെരുമാറ്റം തീരുമാനിക്കേണ്ടത്. മുൻപിൽ വരുന്ന ആളുകളുടെ പെരുമാറ്റ രീതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വ്യക്തിത്വം എവിടെയാണ്? പെരുമാറ്റവും ഇടപഴകലും സത്യസന്ധമാകണം. പ്രതിഫലം പ്രവർത്തന രീതിയെ ഉത്തേജിപ്പിക്കാം. പക്ഷേ പ്രവർത്തന ശൈലി പ്രതിഫലത്തിനു വേണ്ടിയോ പ്രതിഫലത്തെ ആശ്രയിച്ചോ ആകരുത്. വിദ്വാനാണെങ്കിലും എന്തിനും ഏതിനും അഭിപ്രായം പറയുന്നത് നന്നല്ല. നന്നായി അറിയാവുന്ന കാര്യത്തെപ്പറ്റി ആവശ്യമെങ്കിൽ സംസാരിക്കാം. എന്നാലും വാക്കിൽ പിഴവും നെല്ലിൽ പതിരും പതിവ് എന്ന് ഓർക്കണം. സദസ്സിൽ ശോഭിക്കാൻ സന്ദർഭത്തിന് യോജിച്ച തരത്തിൽ നല്ല ആശയങ്ങൾ നല്ല ഭാഷയിൽ പറയണമെങ്കിൽ നന്നായി ചിന്തിക്കുകയും പലതും നന്നായി പരിശീലിക്കുകയും വേണം. വാക്കുകളുടെ പ്രയോഗത്തിൽ നാം നന്നായി സൂക്ഷിക്കണം. ചുറ്റും നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞ് പുലിവാൽ പിടിക്കരുത്.